ഒരു വിത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? അതിങ്ങനെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത്, കുഴിച്ചിടുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രവർത്തനം മാത്രം നടന്നാൽ പോരാ. ആ വിത്ത് വളരണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിലുള്ളൊരു മരം ഇവിടെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ വിത്തിന് ആവശ്യമായൊരു എക്കോസിസ്റ്റം വേണം, അല്ലേ? ആ വിത്ത് വളരാൻ ആവശ്യമായൊരു എക്കോസിസ്റ്റം വേണം. അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഇല്ലെങ്കിൽ ആ വിത്ത് വളരില്ല. കല്യാണം കഴിക്കണോ വേണ്ടേ എന്ന് ആലോചിച്ചതിലേറെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കുഞ്ഞ് വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ചാണ്. കാരണം ഈ വരുന്നത് നമ്മുടെ ജീനാണ്. നമ്മൾ സാധാരണ പറയും ഒഴിഞ്ഞ ഒരു പാത്രം പോലെയാണ് ഒരു കുഞ്ഞ് എന്നൊക്കെ പറയും, ഒരു ബ്ലാങ്ക് പേപ്പറാണ് എന്നൊക്കെ പറയും. അല്ല, ഒരു കുഞ്ഞും ബ്ലാങ്ക് പേപ്പർ അല്ല. എത്രയോ കണക്കിന് തലമുറകളുടെ ജീനും കൊണ്ടാണ് ഒരു കുഞ്ഞ് ലോകത്തേക്ക് ജനിക്കുന്നത്. ബ്ലാങ്ക് പേപ്പർ അല്ല, ശൂന്യമായൊരു പേപ്പർ അല്ല. അത്രയേറെ നിറഞ്ഞു വരുന്നൊരു കുഞ്ഞാണ്, അത്രയേറെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു കുട്ടിയാണ്, ഒരു ഇൻഡിവിജ്വലാണ് വരുന്നത്. ഇൻഡിവിജ്വലാണ്. ഇന്ന് നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. എങ്കിലേ ആ കുട്ടിക്ക് നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഒരു കുഞ്ഞിന് ഉമ്മ കൊടുക്കാറുള്ളത് എങ്ങനെയാണ്? ഉമ്മ കൊടുക്കുമ്പോൾ കുഞ്ഞ് ഇങ്ങോട്ട് വരുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്യുക. നമ്മളിങ്ങനെ കുനിഞ്ഞ് ആ കുഞ്ഞിനോളം താഴ്ന്ന് ആണ് ആ കുട്ടിക്ക് ഉമ്മ കൊടുക്കുക. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ. ആ കുട്ടിയെ അത്രയേറെ അറിഞ്ഞ് ആ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായൊരു ഗ്രാമർ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കും കുട്ടികളോട് സംസാരിച്ചാൽ അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. ഇന്നത്തെ കുട്ടികൾ ഇൻഡിവിജ്വലാണ്. പണ്ടത്തെ കുട്ടികൾ വെറും കുട്ടികളായിരുന്നെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ഇൻഡിവിജ്വലാണ്. അവരോരോ വ്യക്തികളാണ് എല്ലാ അർത്ഥത്തിലും. അവർക്ക് സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളുള്ളത്. ആ രീതിയിൽ കുഞ്ഞുങ്ങളെ അറിയുക എന്നുള്ളതും അവർ വളരുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതും പാരൻ്റ് എന്ന അർത്ഥത്തിലുള്ള നമ്മുടെ ഒരു ചുമതലയാണ്.